നമ്മുടെ കർത്താവിൻ്റെ ഒരു വാക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിന് മരിച്ചവനാകുക എന്നുള്ളത് സന്യാസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ലോകസുഖങ്ങൾ ആസ്വദിക്കാനുള്ളതാണ്. ഈ ലോകം നമുക്ക് സുഖകരമായി ജീവിക്കാനുള്ളതാണ് എന്ന് നമ്മെ നന്നായി പഠിപ്പിക്കുകയും യുക്തിപരമായ ഒരു ജീവിതം മാത്രമാണ് ഏറ്റവും അഭികാമ്യമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആത്മതല സ്പർശിയായ ഒരു ജീവിതം അസാധ്യമാണ് എന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു കാലമാണിത്. നിങ്ങളുടെ വീട് ഗ്രഹണകാലം പോലെ നിശബ്ദമായിരുന്നു. ഇരുട്ട്, പശ്ചിമം നിറഞ്ഞ് ഇരുട്ട് അതിൽ നിറഞ്ഞിരുന്നു. വേണമെങ്കിൽ ഒരല്പം വെളിച്ചം നിങ്ങൾക്ക് കറന്നെടുക്കാം, പക്ഷേ നിങ്ങൾക്കതിനോട് താല്പര്യമില്ല. കാരണം നിങ്ങൾ ഇരുട്ടുമായി അത്രമേൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബാവാതിരുമേനി, അഭിനന്ദരായ പിതാക്കന്മാരെ, ആദരണീയരായ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, സന്യസ്തരെ, വിശ്വാസികളെ, കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് ഒരു കഥ പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. സൂഫി മിസ്റ്റിക്കായിരുന്ന റൂമി പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ്. ഒരു അറേബ്യൻ വ്യാപാരി തൻ്റെ ദേശാന്തര സഞ്ചാരങ്ങൾക്കിടയിൽ ഒരു തവണ ഭാരതത്തിൽ നിന്ന് ഒരു തത്തയെ വാങ്ങി അയാളുടെ നാട്ടിലെത്തിക്കുന്നു. ഒരു സ്വർണ്ണക്കൂട്ടിൽ പാലും പഴവുമൊക്കെ നൽകി അതിനെ വളർത്തുന്നു. കുറേ കാലത്തിന് ശേഷം തൻ്റെ വ്യാപാര സംബന്ധമായ വ്യത്യസ്തങ്ങളായ യാത്രകൾക്കിടയിൽ വീണ്ടും അയാൾ ഭാരതത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ തൻ്റെ ജോലിക്കാരോടും ഒടുവിൽ തത്തമ്മയോട് വരെ അയാൾ ചോദിക്കുന്നുണ്ട്, താൻ പോയി മടങ്ങി വരുമ്പോൾ എന്താണ് നിനക്ക് കൊണ്ടുവരേണ്ടത്. ഈ തത്തമ്മ ഒരു മറുപടി പറയുന്നതായി കഥയിൽ ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരേണ്ടതില്ല, പക്ഷേ അവിടെ എത്തുമ്പോൾ എൻ്റെ കൂട്ടു തത്തകളെ കാണുകയാണെങ്കിൽ അവരോട് പറയണം, ഞാനിവിടെ വളരെ സുഖകരമായി ഒരു സ്വർണ്ണക്കൂട്ടിൽ താമസിക്കുകയാണ് എന്ന്. അയാൾ ഭാരതത്തിലേക്ക് യാത്ര ചെയ്യുന്നു. തൻ്റെ വ്യാപാര ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ അയാളൊരു കാട്ടിലെത്തുകയും അവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം തത്തകളോട് താൻ വളർത്തുന്ന തത്ത പറഞ്ഞ വൃത്താന്തം അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതും ആ കൂട്ടത്തിൽ ഒരു തത്ത പെട്ടെന്ന് പിടഞ്ഞ് വീണ് മരിക്കുന്നു. ഇതയാൾക്ക് വലിയ സങ്കടമായി. ഒരുപക്ഷെ തൻ്റെ കൂട്ടിലുള്ള തത്തയുടെ ഇണക്കിളി ആയിരുന്നിരിക്കാം എന്നൊക്കെ അയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മടങ്ങിപ്പോരുന്നുണ്ട്. മടങ്ങിയെത്തിയ അയാൾ തൻ്റെ ഭവനത്തിലെത്തി താൻ വളർത്തുന്ന ആ ചെറിയ പക്ഷിയോട് വലിയ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. നീ ഇവിടെ സുഖമായിരിക്കുന്നുവെന്ന് നിൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ അതിലൊരാൾ പെട്ടെന്ന് പിടഞ്ഞ് താഴെ വീണു. ഇത് കേട്ടതും കൂട്ടിൽ കിടന്ന തത്തയും പെട്ടെന്ന് പിടഞ്ഞ് താഴെ വീഴുന്നു. ഈ വ്യാപാരിക്ക് വീണ്ടും വലിയ മനോദുഃഖമുണ്ടായി. ഒരുപക്ഷെ തൻ്റെ ഇണക്കിളിയുടെ മരണവൃത്താന്തം അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ കിളിയും പെട്ടെന്ന് വീണ് മരിച്ചത് എന്ന് കരുതി അയാൾ സങ്കടത്തോടെ ആ കൂട് തുറന്ന് ആ തത്തയെ പുറത്തേക്കിട്ടു.
അത് പൊടുന്നവനവെ പറന്ന് ഉയർന്ന ഒരു മരക്കൊമ്പിൽ പോയിരുന്നു. എന്നിട്ട് ആ വ്യാപാരിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊടുത്തുവിട്ട ഒരു സന്ദേശം, ഞാനിവിടെ സ്വർണ്ണക്കൂട്ടിൽ കഴിയുന്നുവെന്നാണ്. ഞാനിവിടെ ബന്ധനസ്ഥനായി കഴിയുന്നുവെന്നുള്ള അറിവ് എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയപ്പോൾ അവർ എനിക്ക് തിരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നു. മരിച്ചവനെ പോലെ നടിക്കുക, നിനക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്തേക്ക് വരാം. ഈ ലോകത്തിന് മരിച്ചവനായിരിക്കുക എന്നൊരു സന്ദേശം തിരുവെഴുത്ത് നൽകുന്നത് ആത്മസ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ വാതായനങ്ങളിലേക്ക്, അനന്തവിഹായുസ്സുകളിലേക്ക് പറന്നുയരാനായിട്ടാണ്. ലോകത്തിന് മരിച്ചവനാകുക എന്നുള്ളത് സന്യാസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ലോകസുഖങ്ങൾ ആസ്വദിക്കാനുള്ളതാണ്. ഈ ലോകം നമുക്ക് സുഖകരമായി ജീവിക്കാനുള്ളതാണ് എന്ന് നമ്മെ നന്നായി പഠിപ്പിക്കുകയും യുക്തിപരമായ ഒരു ജീവിതം മാത്രമാണ് ഏറ്റവും അഭികാമ്യമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആത്മതല സ്പർശിയായ ഒരു ജീവിതം അസാധ്യമാണ് എന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു കാലമാണിത്. ഇവിടെയാണ് ഇന്ന് റാഷണലിസം സൃഷ്ടിക്കുന്ന ഒരു അപമാനവീകരണം, ഡീഹ്യൂമനൈസേഷൻ, ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള ത്രിതലസ്പർശിയായ പൗരസ്ത്യ സഭാവിചാരങ്ങൾ മനുഷ്യനെ വിശദീകരിക്കുമ്പോൾ കേവലം ശരീരസംബന്ധിയായി ജീവിക്കുന്ന മനുഷ്യരായും അല്ലെങ്കിൽ യുക്തിപരമായി മാത്രം ജീവിക്കുന്ന മനുഷ്യരായുമൊക്കെ ഇന്നത്തെ കാലം അങ്ങനെ ജീവിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോഴാണ് കുറെ കൂടി ആത്മതല സ്പർശിയായി, ആത്മസ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ ഉപയോഗത്തോടുകൂടി ദൈവീകമായി ജീവിക്കാനുള്ള ഒരവസരമായി സന്യാസം നിലകൊള്ളുന്നത്. പക്ഷേ സന്യാസവും അതിൻ്റെ ഭക്തി അഭ്യാസങ്ങളുമൊക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് നമ്മളോട് ആളുകൾ നിരന്തരമായി ഇന്ന് പറയുന്നുണ്ട്. ബയോളജി ഓഫ് ഫെയ്ത്ത്, ഫിസിക്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ തലക്കെട്ടുകളിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത്. ഇവിടെ ആത്മനിഷ്ഠമായ ഒരു ജീവിതം അതെങ്ങനെയാണ് പ്രസക്തമാവുന്നത്, സംഗതമാവുന്നത് എന്നുള്ളത് ഈ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ നാം ഓർത്തെടുക്കേണ്ടതാണ്. ഐ ടു ഐ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. കെൻ വിൽബറുടെ മനോഹരമായൊരു ഗ്രന്ഥമാണ് ഐ ടു ഐ, ദ ക്വസ്റ്റ് ഫോർ ന്യൂ പാരഡൈം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സത്യാന്വേഷണങ്ങളുടെ വ്യത്യസ്തങ്ങളായ നയനങ്ങളെക്കുറിച്ച്, 3 വ്യത്യസ്തങ്ങളായ നേത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. ഒന്ന്, ഐ ഓഫ് ദ സെൻസസ്, ഇന്ദ്രിയാനുഭവങ്ങൾ നൽകുന്ന ഒരു ദർശനമുണ്ട്. എംപിരിക്കൽ നോളജ് എന്നൊക്കെ നമ്മൾ സ്കോളാസ്റ്റിക് പീരീഡിലോ അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടങ്ങളിലോ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരറിവാണത്. ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന അറിവ് മാത്രമാണ് സത്യമെന്ന് പഠിപ്പിക്കുന്ന റാഷണലിസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണത്. രണ്ടാമത്, ഐ ഓഫ് റീസൺ, ഫിലോസഫി, ലോജിക്, മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാനസികമായ ചില നിരീക്ഷണങ്ങൾ കൊണ്ട്, അപഗ്രഥനങ്ങൾ കൊണ്ടൊക്കെ ജീവിതത്തെ നോക്കിക്കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ മൂന്നാമത്, കിഴക്കൻ സംസ്കൃതികളിലും പ്രത്യേകിച്ചും ക്രൈസ്തവ താപസന്മാരുടെ യോഗാത്മക ദർശനങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന ഒരു മൂന്നാമത്തെ കാഴ്ചപ്പാടുണ്ട്. ഐ ഓഫ് കണ്ടംപ്ലേഷൻ, ധ്യാന ചക്ഷുസെന്ന് അല്ലെങ്കിൽ അകമിഴി, ഉൾക്കണ്ണ് എന്നൊക്കെ നമ്മൾ സാധാരണ പരിഭാഷപ്പെടുത്തുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഐ ഓഫ് കണ്ടംപ്ലേഷൻ എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ പ്രാക്ടീസ് ടു ഓപ്പൺ അപ്പ് ദ സ്പിരിച്വൽ ഫാക്കൽറ്റീസ് ഓഫ് ദ സെൽഫ് എന്നാണ്. വളരെ ക്രമബദ്ധമായ, ശിക്ഷണപൂർണമായ ഒരു ജീവിതശൈലി കൊണ്ട് ഒരാളുടെ ഉള്ളിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു സാക്രമെൻ്റൽ ഹ്യൂമനിസം, കൗദാശികമായ ഒരു മാനവികത,
ശുദ്ധവും ശക്തവുമായ ഒരു ആന്തരിക മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ, ഉൾത്തെളിവിലൂടെ നാം കണ്ടുമുട്ടുന്ന ഈ ലോകത്തെ സ്നേഹപൂർവ്വം കണ്ടുമുട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ കിഴക്കൻ സന്യാസ പാരമ്പര്യങ്ങളെല്ലാം കൂടുതലായും പറയാൻ ശ്രമിക്കുന്നത്. ഭാരതീയ തപോദർശനങ്ങളിൽ അതിങ്ങനെ ഈ ഉൾത്തെളിവിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മെപ്പറ്റി നമ്മൾ തന്നെ ധരിച്ചു വച്ചിരിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളെയും ഉപേക്ഷിക്കലാണ് സന്യാസം. നമ്മളെ തന്നെ കുറിച്ച് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളെയും ഉപേക്ഷിക്കലാണ് സന്യാസം. ഞാൻ കത്തിത്തീർന്നാൽ സ്വരൂപ ദർശനമുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. വേ ഓഫ് ദ അസറ്റിക്സിൽ അത് ബൈബിൾ ഭാഷയിൽ നമ്മളോട് പറയുന്നുണ്ട്. ലോകം തരുന്ന എല്ലാ വ്യാജ പ്രതിച്ഛായകളെയും തകർത്ത് ദൈവസ്വരൂപത്തെ തിരിച്ചറിയുന്ന മുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ ആത്മപരിത്യാഗത്തിൻ്റെ വഴി നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും മനോഹരമായ മുഹൂർത്തം. ഇത്തരമൊരു തിരിച്ചറിവിന് വേണ്ടി പൗരസ്ത്യപിതാക്കന്മാർ തിരഞ്ഞെടുത്ത ഭൂമികയാണ് യഥാർത്ഥത്തിൽ മരുഭൂമി, ഏകാന്തവാസം. ഇന്ന് റംബാൻ സ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ, സന്യാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അത്തരത്തിലൊരു ധ്യാനപൂർണ്ണതയുടെ അല്ലെങ്കിൽ ധ്യാനപരമായ അസ്തിത്വത്തിലൂടെ നാം ആർജിച്ചെടുക്കേണ്ട ഉൾത്തെളിവിനെക്കുറിച്ചാണ് ഏതൊരു സന്യസ്തരും ധ്യാനിക്കേണ്ടത്. ഏതൊരു വിശ്വാസിയും അത്തരമൊരു സാധ്യതയുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും മറ്റെല്ലാ മതങ്ങളെയും അപേക്ഷിച്ച് ക്രിസ്തു മതത്തിൻ്റെ ഒരു അതുല്യത ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. എല്ലാ മതങ്ങളിലും മനുഷ്യൻ ദൈവത്തെ തേടിയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ക്രിസ്തു മനുഷ്യനെ തേടി ഇറങ്ങി വന്ന ദൈവമാണ്. മനുഷ്യനെ തേടിയുള്ള ഈ ഇറങ്ങിവരവിനെക്കുറിച്ച് സുവിശേഷകന്മാർ പറയും, വെളിച്ചം ലോകത്തിലേക്ക് വന്നു, ലോകമോ അതിനെ അറിഞ്ഞില്ല എന്ന്. നമ്മുടെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ പ്രധാനമായും നിലകൊള്ളുന്നത്. വെളിച്ചത്തോടൊപ്പം ആയിരിക്കണമോ എന്നുള്ളത് നാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ശരിക്കും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്തരം ദുരുപയോഗത്തിനെതിരെ നിന്ന ബദൽ ജീവിതങ്ങളുടെ മഹാഗാഥയാണ് മരുഭൂമിയിലെ താപസന്മാരുടെ ജീവിതം. എം മുകുന്ദൻ്റെ ഒരു പുതിയ നോവലുണ്ട്, നിങ്ങൾ എന്നാണ് ആ നോവലിൻ്റെ പേര്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ അയാൾ ഒരു വീടിനെക്കുറിച്ച് ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്: ആ വീട്, നിങ്ങളുടെ വീട്, ഗ്രഹണകാലം പോലെ നിശബ്ദമായിരുന്നു. ഇരുട്ട്, പശ്ചിമം നിറഞ്ഞ് ഇരുട്ട് അതിൽ നിറഞ്ഞിരുന്നു. വേണമെങ്കിൽ ഒരല്പം വെളിച്ചം നിങ്ങൾക്ക് കറന്നെടുക്കാം, പക്ഷേ നിങ്ങൾക്കതിനോട് താല്പര്യമില്ല. കാരണം നിങ്ങൾ ഇരുട്ടുമായി അത്രമേൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വെളിച്ചത്തോടൊപ്പമായിരിക്കുക എന്നുള്ള ഒരു സാധ്യതയെ പലപ്പോഴും തിരസ്കരിക്കുകയാണ് മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് വേദശാസ്ത്രപരമായ ആദ്യ പാഠങ്ങൾ മുതൽ ഇന്നയോളം നമ്മളെ പഠിപ്പിച്ചു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനെതിരായി ഒരു ബദൽ ജീവിത സാധ്യതയായിട്ടാണ് സന്യാസം സഭാചരിത്രത്തിൽ നമുക്ക് കാണുന്നത്. ദ ഏജസ് ഓഫ് സ്പിരിച്വൽ ലൈഫിൽ വളരെ വ്യക്തമായ ആദിമകാല സന്യാസ ജീവിത ചരിത്രം പഠിപ്പിക്കുമ്പോൾ വിർജിനിറ്റി പോലും, കന്യാവ്രത പരിപാലന പോലും ആദ്യകാലങ്ങളിൽ അതിൻ്റെ ഒരു ധാരണ യേശു തമ്പുരാൻ്റെ രണ്ടാമത്തെ വരവ് അതിവേഗമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വിവാഹിതരാവാതിരുന്നത്, മക്കളെ ജനിപ്പിക്കാതിരുന്നത്. ഈ തിന്മപ്പെട്ട തലമുറയിൽ ഇനിയും അനേകം ആളുകൾ ഉണ്ടാവേണ്ടതില്ല എന്നുള്ള വിചാരത്തിൽ പോലുമാണ് എന്ന് വിർജിനിറ്റിയെക്കുറിച്ച് ക്രൈസ്തവ സന്യാസ പാരമ്പര്യങ്ങളിലുള്ള പാഠങ്ങളിൽ ഒരു വ്യത്യസ്തമായ നിരീക്ഷണം വായിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ രാജാക്കന്മാരുടെ പീഡനം കഴിയുമ്പോൾ ഏകാന്തവാസികൾ രക്തസാക്ഷികൾക്ക് പകരമായി മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുന്നതായി, ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. പല വ്യത്യസ്തങ്ങളായ രീതികളിലുള്ള സന്യസ്തരുടെ ചരിത്രങ്ങൾ സഭാ പാരമ്പര്യത്തിലുണ്ട്. സമ്പത്തിൽ ആശ്രയിച്ച ലോകത്തിനും സഭയ്ക്കും ഒരു ബദൽ മാതൃകയായിട്ടാണ് സന്യാസിമാരുടെ റിപ്പബ്ലിക്, അതാണ് ആശ്രമ സമൂഹങ്ങൾ, മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്, സമ്പത്തിൽ ആശ്രയിച്ച ലോകത്തിനും സഭയ്ക്കുമെതിരായി
സ്പിരിറ്റ് ഓഫ് നോൺ പൊസസീവ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് നിരുടമസ്ഥതാ ബോധത്തോടുകൂടി സകലവും പൊതുവക എന്നെണ്ണുന്ന ആശ്രമ സമൂഹങ്ങളാണ്. അത് സ്വത്താർജിക്കാനുള്ള ഇടങ്ങളല്ല. പിന്നെയോ സ്പിരിറ്റ് ഓഫ് നോൺ പൊസസീവ്നെസ് ഉൾക്കൊള്ളുന്ന ബദൽ മാതൃകകളായിട്ടാണ് സഭാചരിത്രത്തിൽ ഉടലെടുത്തിട്ടുള്ളത്. വീണ്ടും പറുദീസ നഷ്ടം അത് തിരികെ പിടിക്കാൻ എന്ന വിധം മൃഗങ്ങളോടുകൂടി കാട്ടിൽ താമസിച്ച സന്യസ്തരുണ്ട്, ബെസ്റ്റിയാരീസ് എന്നവരെ വിളിക്കും. അതുപോലെ ഇരുട്ടിൽ വെളിച്ചമുദിച്ചു എന്നുള്ള ആ ഒരു വലിയ സന്ദേശത്തെ ഓർത്തുകൊണ്ട് ഇരുട്ടിൽ താമസിക്കുക, മറ്റാരെയും വിധിക്കാതിരിക്കാൻ മൗനത്തിലായിരിക്കുക, റിജക്റ്റിംഗ് ദ ലൈറ്റ് ആൻഡ് ലാംഗ്വേജ്, അവരെ വിളിക്കുന്നത് റെക്ലൂസസ് എന്നാണ്. തെയോഫാൻ ദ റെക്ലൂസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഫൂൾസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി സകലവും ഭോഷത്വം എന്ന് കരുതിയ ആളുകൾ. അതുപോലെ ഡൺറൈറ്റ്സ്, മരത്തിന്മേൽ സ്വയം ബന്ധിച്ചവർ, പാപത്തിലേക്ക് പോകാതിരിക്കാൻ. അവിരാമമായ ദൈവനാമ ജപം മുറിഞ്ഞു പോകാതിരിക്കാൻ തൂണുകളിൽ താമസിച്ചവർ, സ്റ്റൈലൈറ്റ്സ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ സന്യാസ ജീവിത ശൈലികൾ സഭാപാരമ്പര്യത്തിലുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഇത്തരം ജീവിതശൈലികൾ പ്രാരംഭത്തിൽ അവലംബിച്ചവരുടെ ഉദ്ദേശശുദ്ധിയും അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ തീഷ്ണതയും വിട്ടുകളഞ്ഞുകൊണ്ട് കേവലം ആചാരപരതയിലേക്ക്, അനുഷ്ഠാനബദ്ധതയിലേക്ക് സന്യാസം വീണുപോയ ഒരു കാലഘട്ടമുണ്ട്. ആരാധനയ്ക്കനുസരിച്ച് ഒരു അവാന്തര പരിണാമമുണ്ടാവാത്ത തരത്തിൽ സന്യാസിമാർക്കിടയിൽ വലിയ അരഗൻസ് ഉണ്ടായ ഒരു കാലമുണ്ട്. ആ കാലത്ത് അബ്ബാ മോസസൊക്കെ ശാസിക്കുന്ന പ്രസിദ്ധമായ ആ ശാസനയുണ്ടല്ലോ. അദ്ദേഹം പറയും, പിശാച് തിന്നുന്നില്ല, കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഉപവാസവും ജാഗരണവുമാണ്. പിശാച് വിവാഹം കഴിക്കുന്നില്ല, ബ്രഹ്മചര്യവുമുണ്ട്. സന്യാസിമാരെക്കാൾ തീഷ്ണമായി പിശാച് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഹൃദയശുദ്ധിയുടെയും പരസ്നേഹത്തിൻ്റെയും കാര്യത്തിൽ മാത്രം. സന്യാസിമാർക്ക് ഹൃദയശുദ്ധിയും പരസ്നേഹവും ഉണ്ടാവുന്നില്ല എങ്കിൽ കേവലം ആചാരപരതയിലും ബാഹ്യമായ വേഷവിധാനങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമാണ് അത് നിലനിൽക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ അപകടമാണ് എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സഭാപിതാവ് പറയുന്നത് പോലെ, നീ ബ്രഹ്മചാരിയെങ്കിൽ വ്യഭിചാരിയെ വിധിക്കരുത്. കാരണം വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞവൻ തന്നെ വിധിക്കരുത് എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ ചെറുതാക്കി സ്വയം വലുതാകാൻ വെമ്പുന്നവരെക്കുറിച്ച് മുടിയനായ പുത്രൻ്റെ സുവിശേഷ ഭാഗത്തെ പുരസ്കരിച്ച് ഒരു പുസ്തകം തന്നെയുണ്ട്, ദ റിട്ടേൺ ഓഫ് ദ പ്രോഡിഗൽ സൺ, എ സ്റ്റോറി ഓഫ് ഹോം കമ്മിങ്. കർദിനാൾ ജോസഫ് ന്യൂവൻ്റെ ആണ്. അദ്ദേഹം അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു വരി ഇങ്ങനെയാണ്: നല്ല പിള്ളയായ മൂത്ത മകൻ, അവൻ നീതിമാനാണ്, അപ്പൻ്റെ കൂടെ താമസിക്കുന്നവനാണ്, അപ്പൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്നവനാണ്, വളരെ നല്ല മനുഷ്യൻ എന്നുള്ളൊരു വിശേഷണം കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇദ്ദേഹം ഒടുവിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ വണ്ടർ വിച്ച് ഡസ് മോർ ഡാമേജ്, ലസ്റ്റ് ഓർ റിസെൻമെൻറ്റ്. ദർ ഈസ് സോ മച്ച് just and righteous. There is so much judgment, condemnation and prejudice among the saints. Saints എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലാണ്. വിശുദ്ധന്മാരെന്ന് നടിക്കുന്ന ആളുകൾക്കിടയിൽ ഒരുപാട് പരനിന്ദയുണ്ട്, പരസ്പരമുള്ള പഴിചാരലുകളുണ്ട്, മുൻവിധികളുണ്ട്, ആരോപണമുന്നയിക്കലുകളുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്ന് ഞാൻ അതിശയിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. തിങ് ലൈക്ക് എ മങ്കിൽ പറയും, മങ് മൈൻഡും മങ്കി മൈൻഡുമായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മങ് മൈൻഡും മങ്കി മൈൻഡുമായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഉൾത്തെളിവിൻ്റെ ശാന്തിയിൽ നിന്ന് ചപലതയുടെ അശാന്തിയിലേക്ക് പാളിപ്പോകാൻ നേരിയുടെ ഇടം മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മൗനം ദൈവത്തോടുള്ള സംഭാഷണമാവുന്നത് ഇവിടെയാണ്. തന്നെ അഭിസംബോധന ചെയ്യാനും ഉള്ളിലേക്ക് നോക്കി ഹൃദയശുദ്ധിയോടെ മറ്റുള്ളവരെ പുറത്തേക്ക് നോക്കാനുള്ള ഒരു വലിയ വിവേകത്തിലേക്കുള്ള വിളിയാണ് സന്യാസം. ഈ ലോകത്തിന് മരിച്ചവനാവുക എന്നുള്ളതാണ് ആത്മസ്വാതന്ത്ര്യത്തിൻ്റെ ഈ അനന്തവിഹായസിലേക്ക് പറന്നുയരാനുള്ള ഏറ്റവും വലിയൊരു മാർഗവും. അനുദിന സുവിശേഷ ധ്യാനം, അവിരാമ ജപം, മരണബോധം, ജീവിതലാളിത്യം,
പരിത്യാഗം, ദാനം, ജാഗ്രത എന്നീ യുദ്ധമുറകൾ ഓരോ സന്യാസിക്കും ധരാനിയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ വലിയ വന്യതകളോടുള്ള യുദ്ധഭൂമിയിൽ ഈ ആയുധങ്ങളോടുകൂടി ജീവിക്കാനാണ് നമുക്കാവേണ്ടത്. ഇന്ന് പൂർണ്ണ സന്യാസവ്രതത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ കുര്യാക്കോസ് അച്ഛനും പ്രിയപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനും പ്രിയപ്പെട്ട സ്നേഹിതൻ ബെഞ്ചമിൻ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ സഹപാഠിയും ആത്മമിത്രവുമായ യാക്കോബ് അച്ഛനും പ്രാർത്ഥനാപൂർവമായ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഒരു വാക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിലാണ്, പക്ഷേ ലോകത്തിൻ്റേത് അല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.